നമസ്കാരം. മലപ്പുറം താനൂരിൽ ഒരു അമ്മ ഒരു കുട്ടിനെ നവജാത ശിശുവിനെ ബക്കറ്റിൽ മുക്കി കൊന്നിട്ട് ആ ഒരു ശരീരം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്തിനാണ്? അവിഹിതത്തിലുണ്ടായ കുട്ടിയാണ്, ഒരുപാട് കുട്ടികളുണ്ട് കുടുംബത്തിൽ, ഇതും കൂടി ആയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് 10 മാസം വയറ്റിൽ ചുമന്നിട്ട് അവസാനം കുട്ടി പ്രസവിച്ച് അതിന് ബക്കറ്റിൽ മുക്കി കൊന്ന് കുഴിച്ചിട്ട ഒരമ്മ എന്ന് പറഞ്ഞ രാക്ഷസി. ഒരു ഉളുപ്പുമില്ലാതെ ഒന്നിനെയും ഭയക്കാതെ പോലീസുകാർ കടയിലൂടെ കുറച്ച് നടന്നു പോകുന്ന ഒരു കാഴ്ച അത്രയും ഇതാണ്. ഒരു കുഞ്ഞ് പിറന്ന് അത് ഭൂമിയിലോട്ട് വീഴാൻ ആ ഒരു സമയം എങ്ങനെ തോന്നണം ഇതുകൾക്കൊക്കെ? അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്ടം പോലെ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അതിട്ടിട്ട് നിങ്ങളുടെ കാമകേളി നടത്തിയാൽ പോരെ. 10 മാസം ചുമലിലേറ്റ് നടത്ത കുട്ടിനെ എങ്ങനെയാ കൊല്ലാൻ മനസ്സ് വരുന്നെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് കുറേയായി, പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് ഭയങ്കര രീതിയിൽ എന്തോന്നരേ ഇതൊക്കെ എവിടേക്കാ പോകുന്നത്? ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് തുടക്കത്തിൽ തന്നെ ഇതൊന്ന് കളഞ്ഞാൽ പോരായിരുന്നോ? എന്തിന് 10 മാസം ചുമന്ന ആ കുട്ടി പ്രസവിച്ച് നവജാത ശിശു ആയി അതിനെ കൊല്ലേണ്ട മൈൻഡ്? ഇതിനെയും പ്രസവിച്ചിട്ടത് ഒരു അമ്മയെ തന്നെയല്ലേ? ഈ അമ്മയ്ക്ക് അന്ന് നേരത്തെ ഇത് കളഞ്ഞതായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ന്യൂസ് നമുക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. വല്ലാത്തൊരു തന്നെയാണ്. ആ ഒരു കുഴിച്ചിട്ടതും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി എന്നൊക്കെ പറയാം. എത്ര ഉണ്ട് ആ ഒരു കൊച്ചു കുഞ്ഞ്? ഇതിനൊക്കെ എങ്ങനെ കൊല്ലാൻ തോന്നണമെന്ന് ആലോചിക്കുകയാണ്. എത്ര പേര് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാത്തിരിക്കുന്നു, വർഷങ്ങളായിട്ട് അവർ മെഡിറ്റേഷൻ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എത്ര പേര് ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. അവർക്ക് എന്താ പറയുക, ഇങ്ങനെ അവർക്ക് കൊടുത്തു കുട്ടികളിനെയൊക്കെ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ ട്രസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. എത്ര പേര് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ള കുത്തിക്കഴപ്പാണ് ഇപ്പൊ കാണിച്ചതെല്ലാം. ഇത് കിട്ടാതെ, ഒരു കുഞ്ഞിക്കാര് കാണാൻ കിട്ടാതെ നടക്കുന്ന ആൾക്കാരിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അങ്ങനെയുള്ള ആൾക്കാരിനുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുറെ രാക്ഷസിമാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പൊ ആ കുട്ടിനെയായിട്ട് കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ പുള്ളിക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. താനൂരിൽ 3 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ എനിക്കൊപ്പം ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓടുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്. നജീബ് എന്നാണ് പേര്. അദ്ദേഹമാണ് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പ്രസവത്തിന് ശേഷം ഡിസ്ചാർജായി അവിടെ താനൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ കാര്യം പോലീസിനെ അറിയിക്കുകയോ? ഇതിപ്പോൾ ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ അവർ ഡിസ്ചാർജ് ചെയ്ത് കയറി സാധാരണ അമ്മയും കുഞ്ഞാകുമ്പോൾ അവർക്ക് സർക്കാർ വണ്ടി കൊടുക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തതല്ലേ, അമ്മയും കുഞ്ഞല്ലേ, നിങ്ങൾക്ക് സർക്കാർ വണ്ടി തരില്ല ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, പിന്നെ ഞങ്ങളടുത്ത് പിന്നെ കാറ് വിളിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഓട്ടോയിൽ പോയാൽ മതി, ഞങ്ങൾക്ക് താനൂരൊക്കെ പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ തന്നെ ഞാൻ അവരെ കയറ്റി ഞാൻ പോയിക്കൊണ്ട് കുറച്ചൊരു 10 കിലോമീറ്റർ എത്തിയപ്പോൾ അവർ പറഞ്ഞ്, പിന്നെ മോനെ ഞങ്ങളൊരു കാര്യം പറയാണ്ട്. വെച്ചാൽ എന്താ കാര്യം എന്താ ചോദിച്ചു. പിന്നെ പറഞ്ഞു ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട, ഈ കുഞ്ഞ് നമുക്ക് പിന്നെ അനാഥാലയത്തിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ, നമുക്ക് ആ കുഞ്ഞിനെ അവിടെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പ്രസവിച്ച കുഞ്ഞല്ലേ, അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെന്താ സംഭവിച്ചാൽ നമുക്ക് മക്കൾ കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. അപ്പോൾ ആ കുഞ്ഞ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ആദ്യം ഓർമ്മയില്ലെന്ന് വെച്ചു. അപ്പോൾ അത് ആദ്യം ഓർമ്മയില്ല. ഇപ്പോൾ 4 മാസമോ പിന്നെ വയറ്റിൽ മൂത്രക്കരയാണ്, അതുകൊണ്ട് പിന്നെ വിവരം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത്. അപ്പോൾ ആദ്യം അബോർഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏതായാലും പിന്നെ 3 പെൺകുട്ടികളല്ലേ നിങ്ങൾക്ക്, ഇത് 4ാമത്തെ ഒരു ആൺകുട്ടിയല്ലേ, ഇത് നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും, നിങ്ങളതിനെ പോറ്റിക്കോളി അറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അത് പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്, കിട്ടിയ ആൾ നോക്കുന്നില്ല, അപ്പോൾ ഓന് പിന്നെ അങ്ങനത്തെ ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് നമ്മൾ. അപ്പോൾ പോറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു പണി ചെയ്യുക, നിങ്ങളെ നമ്പർ തരി, നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കാം, നിങ്ങളെ നമ്പർ തരിക. പോലെ നമ്പർ നിങ്ങൾ വണ്ടി ഓന്താ ചെയ്യണം, നിങ്ങൾ പോവുകയാണെങ്കിൽ ഇത് ആർക്കെങ്കിലും നമ്മൾ പോണ വഴിക്ക് ആർക്കെങ്കിലും കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് വീട്ടിലെത്തിയാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രസവിക്കാൻ വന്നല്ലേ, അപ്പോൾ നിങ്ങളെ അയൽവാസികളൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഗർഭിണിയായി വന്ന്. അപ്പോൾ ആ വല്യമ്മ പറയാണ്, പിന്നെ മരിച്ചു പോയി എന്നിട്ട് പറയേണ്ടി വരും, അല്ല അപ്പോൾ എന്ത് ചെയ്യൂ, നമ്മളെ അവസ്ഥ അതായി പോയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടമായി. അവരെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു പൈതലിനെ പറ്റി 3 ആളും ഒരേ മാതിരിയാണ് പറയുന്നത്. ആ 3 ആളും ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെ പറയാൻ തന്നെ പാടില്ല,
അപ്പോൾ ആ അനിയത്തിക്കുട്ടി പറഞ്ഞു നമ്മളൊരു പണി നമുക്ക് ക്രിസ്ത്യൻസിനെ പള്ളി ചോദിച്ചു നോക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു മുസ്ലിമായ ആളല്ലേ, നിങ്ങൾ എന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇസ്ലാമിലെ പറഞ്ഞപ്പോൾ നമ്മൾ മതപരമായിട്ട് പറഞ്ഞു കൊടുത്താന്, അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഒരിക്കലും, അപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞ് എന്നാലും ഇങ്ങനെ ഒരു പണി ഞങ്ങൾ തന്നെ പോയിരിക്കണം, നമ്മളെ അവസ്ഥ ആയിപ്പോയില്ലേ. അപ്പോൾ ഞാൻ അവർ നമ്മൾ വീട്ടിലേക്ക് പോകാറ്. അപ്പോൾ ഞാൻ എൻ്റെ സ്വാഭാവികമല്ലേ അത് വിഷമം കൊണ്ട് പറഞ്ഞേക്കുകയും ചെയ്യും. ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കി ഞാൻ ഇതാണ് അവസ്ഥ. ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ട് കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ കുട്ടിനെ പ്രസവിച്ചിട്ട് ആ ആംബുലൻസ് ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞ ഇതാണ്, ഈ കുട്ടിനെ കൊടുക്കുക, എനിക്ക് ആ കുട്ടിനെ കളയുക, അനാഥാലയത്തിൽ കൊണ്ട് ഏർപ്പിക്കുക. പുള്ളിൻ്റെതായ മര്യാദയ്ക്ക് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞു, ആവില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? എന്തോ ഒരു അവിഹിതത്തിലുണ്ടായ കുട്ടി എന്നൊക്കെയാണ് ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യാവസ്ഥ എങ്ങനെയാണ് ആരാണെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്ത പരനാറികളുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, എന്തിനും പുറപ്പെടുമ്പോൾ പ്രൊട്ടക്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്തിനു വെറുതെ ഒരു കുഞ്ഞിന് ജീവൻ നൽകി അതിനെ കൊണ്ട് ഒരു കൊലപാതകയായിട്ട് നിൽക്കുന്നത്? ഈ പറഞ്ഞ സ്ത്രീ ഇപ്പം ഇങ്ങനെ ചെയ്യാൻ കാണിച്ചത് ഇതിൻ്റെ അമ്മ ഇതിനില്ലാണ്ടാക്കിയതാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ ന്യൂസ് കേൾക്കേണ്ടി വരില്ല. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അല്ലാത്ത ദൗർഭാഗ്യമായിട്ടുള്ള ന്യൂസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരോ കുഞ്ഞിനെയും നമ്മളാ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. ഒരു കുഞ്ഞിക്കാലി അല്ലെങ്കിൽ ഒരു കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പന്നിവേറ്റ പോലെ കുട്ടികളുണ്ടായി, നോക്കാൻ പറ്റില്ല, ഉണ്ടാക്കിയവൻ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഇത്രയും പേരെ നോക്കിയത് ആരാണപ്പോൾ? ഇത്രയും പേര് നോക്കിയാൽ ഒന്നിനും കൂടി നോക്കണം എന്നുള്ളതിന് എന്താണ് ഇപ്പോൾ ഒരു പ്രശ്നമൊന്നും? ഒരു ഗ്ലാസ് അരിൻ്റെ കൂടുതലല്ലേ വരുള്ളൂ. നോക്കാൻ പറ്റില്ല, ഉണ്ടാക്കുന്ന സമയത്തൊന്നും അറിഞ്ഞില്ലല്ലോ നോക്കാൻ പറ്റാത്ത കാര്യമൊന്നും. അതാണ് പറഞ്ഞത്, ഇവരിൻ്റെ ഇതിൽ എന്തോ ഒരു അവിഹിതത്തിലുണ്ടായ കുട്ടിയാണെന്നാണ് എൻ്റെ ബലമായ സംശയവും. അതങ്ങനെ വരുന്ന ന്യൂസുകളൊക്കെ അങ്ങനെ തന്നെ അവരുടെ നാട്ടുകാർ പറയുന്നതും ഇങ്ങനെയാണ്. ഈ സംഭവിച്ചാൽ ഈ സ്ത്രീ ഒരു ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. 1.5 വർഷം മുമ്പ്. അപ്പോൾ ഈ 1.5 വർഷം മുമ്പ് ഏതാണ്ട് ഈ പെണ്ണിൻ്റെ അനിയത്തിനെ നമ്മളെ നാട്ടിലുള്ള ഒരു പയ്യനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. ആ അനിയത്തി ആ ഭർത്താവിനോട് 6 മാസം മുമ്പ് വിവരം അറിയിച്ചിരുന്നു. ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠത്തി ഗർഭിണിയാണെന്നുള്ളത് 6 മാസം മുമ്പ് ഈ കുട്ടിൻ്റെ ഉമ്മാനോട് ആ അനിയത്തിയും ആ ഭർത്താവും വിവരം അറിയിച്ചപ്പോൾ ആ ഭർത്താവിനെ മദ്യപിക്കുന്ന ആളാണ്, മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പറയണതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആളെ നിരാശപ്പെടുത്തുകയും ചെയ്തു. അന്ന് തോൽച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ പെണ്ണിൻ്റെ ആങ്ങളമാരോടൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. 6 മാസം മുമ്പ് തന്നെ നിങ്ങളുടെ സഹോദരി ഗർഭിണിയാണ് എന്ന് വിവരം അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പ്രസവിച്ചപ്പോഴാണ് നാട്ടുകാരും പരിസരത്തുള്ളവരും 3 മാസം മുമ്പായിരുന്നു ഈ പെണ്ണിൻ്റെ ഉപ്പ മരിച്ചത്. 3 മാസം മുമ്പാണ് ഉപ്പ മരിച്ചത്. ഉപ്പ മരിച്ചപ്പോൾ അയൽവാസികൾ മോളെന്താ ഇങ്ങനെ കിടക്കണത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് മോൾക്ക് പനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് മകളെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വരാതെ കണ്ട് മകൾ ആ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു ചേരുന്നതാണ് നമുക്ക് അയൽവാസികളുടെ അടുത്ത് നിന്ന് കിട്ടിയ വിവരങ്ങൾ. ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അനിയത്തിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഈ ഉമ്മാൻ്റെ കൂടെ നിർത്തിയിരുന്നത്. ആ കുട്ടി ഉടനെ തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വെപ്രാളം കൂട്ടുകയും ഉടനെ ആ ഭർത്താവിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയണത്. ഇതിൻ്റെ ഉത്തരവാദികൾ ആരായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടാവരുത്. ആണായാലും പെണ്ണായാലും ആരായാലും ഇതിൻ്റെ നിയമത്തിന് മുമ്പിൽ ഈ പ്രതികളെ എല്ലാത്തിനെയും കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത്. നാട്ടുകാരെന്നുള്ള നിലയ്ക്കല്ല, കേരളത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെ നിലപാടും അത് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. കാരണം ഉമ്മ നല്ല സപ്പോർട്ടാണല്ലോ. ഉമ്മയാണ് പറയണത് കളയി, നമുക്ക് അങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയാണ് ആദ്യം കൊണ്ടുവന്നിട്ട് ഇതാക്കണം. അതല്ലേ പ്രചോദനം. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മേൽക്കൈയും ഈ കുട്ടിനെ ഈ ഇങ്ങനെ കൊലപ്പെടുത്താനുള്ളൊരു മാനസികാവസ്ഥ അമ്മയ്ക്കും ഉണ്ടാവുക. ചിലപ്പോൾ അവർ കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം. ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ
പറയാൻ പറ്റില്ല, മനുഷ്യ സാഹചര്യമാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് ആവാം, ചിലപ്പോൾ കൂട്ടം ചേർന്നിട്ടും ആവാം. പക്ഷേ ഇതിന്റെ പുറകെ നടന്ന ആരായാലും അതിന് തക്കതായ ശിക്ഷ തന്നെ വേണം. കാരണം ഇതൊക്കെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാൻ പറ്റുക? ഓരോരോ ആൾക്കാരിൻ്റെയൊക്കെ ഓരോരോ മെന്റാലിറ്റി, ഇല്ലാത്തവരിന്റെ വിഷമം, അത് നമുക്കത് കണ്ടിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ദേഷ്യം വരുന്നത്. എത്ര ട്രീറ്റ്മെന്റ്, എത്ര കാര്യങ്ങൾ, എത്ര ഹോസ്പിറ്റലിൽ വയ്യാതെയാണ് അവർ പറയുന്ന മെഡിസിൻ കാര്യങ്ങൾ എല്ലാം കേട്ടിട്ട് അവർക്ക് കുഞ്ഞിക്കാല് പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള ആൾക്കാർ ഇപ്പം നിലവിലുണ്ട്. അവന്റെ മുന്നിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സൗഭാഗ്യം, ഒരു ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞ സൗഭാഗ്യമൊക്കെ കിട്ടുമ്പോൾ അതിനെ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. വല്ലാത്തൊരു ന്യൂസാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നത്. ഓരോ ദിവസം കൂടുന്നവരും വെറൈറ്റി ന്യൂസുകളാണ്. ആൾക്കാരുടെ മെന്റാലിറ്റി പോണ പോക്കുകളെ. ഇതിപ്പോ നമ്മളിപ്പോ ന്യൂസുകളൊക്കെ വായിക്കണം, അവിടെയല്ലേ ഇവിടെയല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കും. നാളെ ചിലപ്പോൾ നമ്മുടെ വീടിന്റെ പരിസരത്തും ആവാം. ആൾക്കാരുടെ മൈൻഡ് എങ്ങനെ പോകണമെന്നുള്ള കാര്യം അറിയില്ലല്ലോ. ഇപ്പൊ ഇവര് ഈ പറഞ്ഞ താനൂരിലെ ആൾക്കാരടക്കം ഇത് പ്രതീക്ഷിക്കാതെ നിന്നിട്ട് പെട്ടെന്ന് ന്യൂസ് കേട്ടപ്പോൾ ഇവര് ചെയ്തോ എന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ട് ഇത് എങ്ങനെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ നിങ്ങളുടെ കാമകേളിയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കാര്യം നടത്തുക. അതല്ലാതെ ഇങ്ങനെ കുട്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നോക്കാനുള്ള കെൽപ്പും കൂടി വേണം. ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ, ആ ഒരു ബോധവും കൂടി വേണം. വല്ലാത്ത ന്യൂസാണ്. എന്തായാലും ഇതിന്റെ പുറകിലുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരണം. ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഒരു കുട്ടി ഇതേപോലെ നവജാത ശിശു ഇങ്ങനെ കൊല്ലപ്പെടരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെയുള്ള വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതാണെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. അതല്ല, ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നല്ല രീതിയിൽ നോക്കാൻ ആദ്യം പഠിക്കുക. അല്ലാതെ ഒരുമാതിരി ഉണ്ടാക്കിയിട്ട് കൊല്ലുക എന്നുള്ള പരിപാടി, അതൊക്കെ എന്താ പറയുക. എന്തായാലും ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കും, അതുപോലെ ശിക്ഷ കിട്ടണം എല്ലാ നായിൻ്റെ മക്കൾക്കും ഇതിൻ്റെ പുറകെ നിന്ന്. അതേ പറയാനുള്ളൂ. അത് വല്ലാത്തൊരു ന്യൂസായി പോയി ഇത് കേട്ടത്. നിയമത്തിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവരണം എല്ലാവന്മാരിനെയും.